വലിയ ആവേശം നിറഞ്ഞ റോഡ് ഷോയുടെയാണ് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുണ്ട്. രാജീവ് എങ്ങനെയുണ്ട് ഈ ഒരു ആവേശം എങ്ങനെയുണ്ട്? അല്ല, ഇത് നോമിനേഷന്റെ ദിവസമാണ്. എല്ലാവരുടെയും ഒരു പിന്തുണയും അനുഗ്രഹവും എല്ലാം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അതുകൊണ്ട് പോകുന്നു. ജയശങ്കർ, ഹൗ ഡു യു ഫീൽ? I feel great and I'm sure we will win. ഇതാണ് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ അതുപോലെ എസ് ജയശങ്കറിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഉറപ്പായും വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ബിജെപി കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇന്നലെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ മത്സരം യുഡിഎഫും ബിജെപിയും തമ്മിലാണ്. തിരുവനന്തപുരത്തെ മത്സരം ത്രികോണ മത്സരം എന്ന് പറയാമെങ്കിലും യഥാർത്ഥ മത്സരം ബിജെപിയും യുഡിഎഫും തമ്മിൽ കഴിഞ്ഞ തവണത്തെ പോലെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയാണ് ശശി തരൂർ പങ്കുവച്ചത്. പക്ഷേ ബിജെപി കേന്ദ്രങ്ങൾ ഇത്തവണ പതിവിലും വലിയ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണയൊക്കെ ജയത്തിനടുത്തെത്തി പരാജയപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിലൂടെ ഈ കേന്ദ്ര സഹമന്ത്രിയിലൂടെ വിജയം പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയാണ് ബിജെപി കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. വലിയ ആവേശത്തോടെ പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ അടക്കം പങ്കെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണയൊക്കെ എന്തായിരുന്നു ശശി തരൂരിന്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് അവിടങ്ങളിലേക്ക് കടന്നു കയറിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. ടെക്കികൾ, സമൂഹത്തിന്റെ ഒരു മേൽത്തരത്തിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങൾ, അവരുടെയൊക്കെ വോട്ട് തരൂരിന് എങ്ങനെ ലഭിച്ചോ ആ വോട്ട് മേഖലകളിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ കടന്നു കയറുന്നത്. തീരമേഖല തരൂരിന്റെ ശക്തി ദുർഗമാണ്. അവിടെ പ്രത്യേക പ്രചരണം ബിജെപി നടത്തുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരം മണ്ഡലം അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സര പോരാട്ടത്തിലേക്ക്, അതിശക്തമായ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പന്നിൻ രവീന്ദ്രൻ എന്ന ഏറ്റവും ജനസമ്മതനായ സ്ഥാനാർത്ഥിയിലൂടെ ഇടതുമുന്നണിയും അവരുടെ പ്രതീക്ഷ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായ കാര്യങ്ങൾ മറികടന്നുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ ഇടതുമുന്നണിയും ഈ പ്രചരണരംഗത്ത് സജീവമാണ്. അതായത് തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു പോരാട്ട വേദിയായി മാറുന്നു. കുടപ്പുരക്കുന്ന കളക്ടറേറ്റിൽ നിന്നും ക്യാമറാമാൻ സി വിനോദ് കുമാറിനൊപ്പം വി വി അരുൺ, ന്യൂസ് 18.